നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട. പിടിച്ചെടുത്തത് കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 245.72 ഗ്രാം MDMA. ഒല്ലൂരിൽ സ്കൂൾ ബസും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടം. 4 പേർക്ക് പരിക്ക്. കല്ലൂർ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തിന് കൊടിയേറി. ശോച്യാവസ്ഥയിലായ നായാട്ടുകുണ്ട് റോഡിന്റെ കുഴികളടച്ച നാട്ടുകാർ. റോഡ് എത്രയും വേഗം റീടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. നന്ദിപ്പുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശം ഡിസംബർ 5 മുതൽ 7 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ മലപ്പുറം താനൂരിൽ നിന്നും പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട. പിടിച്ചെടുത്തത് കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 245.72 ഗ്രാം MDMA. കൊടുങ്ങല്ലൂർ ഏറിയാട് മാടവന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഫഹദാണ് അറസ്റ്റിലായത്. സ്വിഫ്റ്റ് കാറിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു MDMA. 5 ഗ്രാം വീതം തൂക്കമുള്ള 52 പാക്കറ്റുകളിലാക്കിയായിരുന്നു കടത്ത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് ഇരിങ്ങാലക്കുട ഡാണാവിൽ നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടിയത്. ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ഒല്ലൂരിൽ സ്കൂൾ ബസും KSRTC ബസും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കൊട്ടാരക്കരയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസും തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലെ ബസുമാണ് കൂട്ടിയിടിച്ചത്. വിദ്യാർത്ഥികളെ എടുക്കാനായി പോകുമ്പോഴാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ ബസ് ഡ്രൈവർ ജോജി, വിദ്യാർത്ഥികളായ ബിജോയ്, ആൽബിൻ, KSRTC ബസ് യാത്രക്കാരി ജാസ്മിൻ എന്നിവർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. കല്ലൂർ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തിന് കൊടിയേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ശശിധരൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ, ക്ഷേത്രം സെക്രട്ടറി സ്വാതികുമാർ ചാത്തപ്പായ്, ക്ഷേത്രം ട്രഷറർ അനൂപ് മണപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. ശോച്യാവസ്ഥയിലായ നായാട്ടുകുണ്ട് റോഡിന്റെ കുഴികൾ അടച്ച് നാട്ടുകാർ. നായാട്ടുകുണ്ട് പ്ലാവിൽ ഇറക്കം മുതൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും കുഴിയിൽ നിരങ്ങി അപകടങ്ങൾ പതിവായതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ കുഴികളിൽ മണ്ണിട്ട് നികത്തി അപകടം ഒഴിവാക്കിയത്. റോഡ് എത്രയും വേഗം റീടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. KC സുനോജ്, ആഷിഫ് ഷഹീദ്, സായന്തു, KS കൃഷ്ണൻ, അഭിനവ്, നിവേദ്, അമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നന്ദിപ്പുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശം ഡിസംബർ 5 മുതൽ 7 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 5 വൈകിട്ട് 4 ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി മൂർക്കനാട്ടുമന വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ദ്രവ്യകലശ ചടങ്ങുകൾ നടക്കുന്നത്. ഡിസംബർ 7 ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് VK രാജൻ, വൈസ് പ്രസിഡന്റ് E ജയകുമാർ, സെക്രട്ടറി ഗോപി പറമ്പത്ത്, കൺവീനർ സുമേഷ് നിവേദ്യം എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 5 വെള്ളിയാഴ്ച വൃശ്ചികം 19 വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അതിനെ തുടർന്ന് പ്രസാദശുദ്ധി, അസ്ത്രകലശ പൂജ, രക്ഷോഗ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശ പൂജ, വാസ്തുബലി, തുടർന്ന് വാസ്തുകലശം ആടൽ, പുണ്യാഹം, അത്താഴപൂജ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം തുടങ്ങി. കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ സാന്നിധ്യത്തിൽ
തൃശൂർ താലൂക്ക് ഓഫീസിൽ EVM മെഷീനുകളുടെ വിതരണം നടന്നു. ചാലക്കുടിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ മലപ്പുറം താനൂരിൽ നിന്നും പിടികൂടി. മലപ്പുറം താനൂർ സ്വദേശി വടക്കിനിയടത്ത് വീട്ടിൽ മുഹമ്മദ് ബഷീറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 14-ന് ആളൂർ കൊമ്പിടി സ്വദേശിയുടെ ബൈക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിന് അടിയിൽ നിന്ന് മോഷ്ടിച്ച സംഭവത്തിനാണ് ഇയാൾ പിടിയിലായത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO സജീവ്, SI അജിത്, ASI ജിബി, GS CPO സുജിത്ത്, CPO സോനു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മലപ്പുറം തിരൂരിൽ നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല കിരീടം നേടി. 696 പോയിന്റ് നേടിയാണ് തൃശൂർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. കപ്പുമായി കളക്ടറേറ്റിലെത്തിയ വിദ്യാർത്ഥികളെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ച് അനുമോദിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ്, ഗവൺമെന്റ് അംഗീകൃത, അൺഎയ്ഡഡ് സ്പെഷ്യൽ സ്കൂളിലെയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെയും കേൾവി പരിമിതി, കാഴ്ച പരിമിതി, മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്നതിനായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തിവരുന്നത്. മത്സരയിനങ്ങളിൽ A ഗ്രേഡ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും 1000 രൂപ വീതം ക്യാഷ് അവാർഡ് നൽകുമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പേരാമംഗലത്ത് വഴിയിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 3 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതി കേച്ചേരി സ്വദേശി കിഷോർ കൃഷ്ണ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് വിവരം. പെരിങ്ങന്നൂർ സ്വദേശി ബിനീഷ്, മകൻ അഭിനന്ദ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. ബാഡ്മിന്റൺ കളിച്ച് മടങ്ങുകയായിരുന്നതിനിടെയായിരുന്നു സംഭവം. ആക്രമിച്ച ശേഷം പ്രതി കിഷോർ കൃഷ്ണ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുണ്ടൂരിലെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനാണ് ഇയാൾ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 1 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടം കൽക്കൂന്തൽ സ്വദേശി പങ്കജം കോട്ടേജ് വീട്ടിൽ ദിബിൻ സാമ്രാജിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് വെളുത്തൂർ പറക്കാട് സ്വദേശിയിൽ നിന്ന് 1,73 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് CBI ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 10 വരെ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറയുകയും പരാതിക്കാരനിൽ നിന്ന് പണം പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ച് വാങ്ങുകയുമായിരുന്നു. നഷ്ടപ്പെട്ട തുകയിൽ ഉൾപ്പെട്ട 3,46,500 രൂപ ദിബിൻ സാമ്രാജിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി ഈ തുക ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി. കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് അറസ്റ്റ് ചെയ്തത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്ത്, GSIമാരായ PS സുജിത് കുമാർ, KV ജസ്റ്റിൻ, CPOമാരായ സച്ചിൻ, അനന്തുമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നാഷണൽ പ്ലാന്റേഷൻ വർക്ക് ഫെഡറേഷൻ INTUC ജില്ലാ പ്രസിഡന്റായി PT വിനയനെ നിയമിച്ചു. നിലവിലെ പ്രസിഡന്റ് TA ആൻഡോ രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമിച്ചിരിക്കുന്നത്. വരന്തരപ്പള്ളി സ്വദേശിയാണ് PT വിനയൻ. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിക്കും. വൈകിട്ട് 4:30-ന് മേളം, 5-ന് കലാപരിപാടികൾ, വൈകിട്ട് 5:30-ന് ഭദ്രദീപം തെളിയിക്കൽ, വൈകിട്ട് 6-ന് ആയിരക്കണക്കിന് കാർത്തിക ദീപങ്ങൾ തെളിയിക്കൽ, വൈകിട്ട് 6:30-ന് ദീപാരാധന, തുടർന്ന് പൂക്കളം മത്സരം, കലാകായിക സാഹിത്യ മത്സര സമ്മാന വിതരണം, വൈകിട്ട് 7-ന് വിവിധ സംഘടനകൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും കൈക്കൊട്ടിക്കളിയും എന്നിവയാണ് പരിപാടികൾ. ഇനി കാണാം ഇൻഫോടോക്ക്. ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് ചിലർക്ക് ശീലമാണ്. ഇത് ഉറക്കത്തിലും നിങ്ങളെ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നതിന് വേറെയും ഗുണങ്ങളുണ്ട്. റിപ്പോർട്ട് കാണാം. ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് രക്തയോട്ടം കൂട്ടുകയും ശരീരത്തിൽ മാലിന്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. കൂടാതെ ചർമ്മാരോഗ്യം മെച്ചപ്പെടുത്താനും ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ദിവസവും ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് ക്ഷീണമകറ്റാൻ സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാനും ഉന്മേഷത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു. രക്തയോട്ടം കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്.
വയറ് വീർക്കത്തെ തടഞ്ഞ് ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് വയറ് നിറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇതിലൂടെ ശരീരഭാരം എളുപ്പം കുറയ്ക്കാൻ സാധിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കെൽട്രോണിൽ മാധ്യമ പഠനത്തിനുള്ള 2025-26 വർഷത്തെ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് കെൽട്രോൺ കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡിഗ്രി +2 യോഗ്യതയുള്ളവർക്ക് നേരിട്ട് കെൽട്രോൺ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവേശനം നേടാം. താൽപര്യമുള്ളവർ ഡിസംബർ 12-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9544958182. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,905 രൂപയും പവന് 95,240 രൂപയും രേഖപ്പെടുത്തി. കാവനാട് കുറുവത്ത് ഗൗരിയമ്മ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് സ്വവസതിയിൽ. തോണിയിൽ രാമൻ നായരാണ് ഭർത്താവ്. സുകുമാരൻ, സുമതി, രഞ്ജിത, KR ശശികുമാർ, KR രവികുമാർ, പരേതരായ ഭാനുമതി, വിജയലക്ഷ്മി എന്നിവർ മക്കളും. സുശീല, പുരുഷോത്തമൻ നായർ, ഗോപാലകൃഷ്ണൻ, ഗോപിനാഥൻ, രൂപവതി, സൂബ, പരേതനായ വേണുഗോപാൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട. പിടിച്ചെടുത്തത് കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 245.72 ഗ്രാം MDMA. ഒല്ലൂരിൽ സ്കൂൾ ബസും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടം, 4 പേർക്ക് പരിക്ക്. കല്ലൂർ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തിന് കൊടിയേറി. ശോച്യാവസ്ഥയിലായ നായാട്ടുകുണ്ട് റോഡിന്റെ കുഴികളടച്ച നാട്ടുകാർ. റോഡ് എത്രയും വേഗം റീടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. നന്ദിപ്പുലം മാന്നൂർ കിഴക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശം ഡിസംബർ 5 മുതൽ 7 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ മലപ്പുറം താനൂരിൽ നിന്നും പിടികൂടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.